ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഷോപ്പീസ് ഉണ്ടാക്കാം കേട്ടോ. ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഫോം ക്ലേ വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനെ തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു CD എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു റൗണ്ട് ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഒരു ഗ്രീൻ ഫോം ക്ലേ ആണ് വേണ്ടത്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഒടിച്ചു കൊടുക്കാം. കൊടുക്കുമ്പോൾ ഗമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതങ്ങനെ സ്പ്രെഡായി കിടന്നോളും. പിന്നെ നന്നായി സ്പ്രെഡായിട്ട് ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് വല്ല ടൂത്ത് പിക്കോ ഇല്ലെങ്കിൽ പ്ലക്കറോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിന്നിച്ചെടുക്കണ പോലെ, അതായത് ഇപ്പോൾ ഒരു ഗ്രാസ് വെയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്തത് ഒരു വൈറ്റ് എടുക്കുക കേട്ടോ. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടുണ്ടാക്കലാണ്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വീട് കേട്ടോ. അതിന് ഞാൻ ഇവിടെ ഒരു വൈറ്റ് കളർ എടുത്തത് കേട്ടോ. നമ്മളൊന്ന് ബോളാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒരു സ്ക്വയർ പോലെ ആക്കി കൊടുക്കുക. ഇനി നമ്മുടെ പരിപാടി ഒരു ഡോർ ഉണ്ടാക്കലാണ്. ഒരു ബ്രൗൺ കളർ എടുക്കുക, ഒന്ന് റൗണ്ട് ആക്കിയിട്ടൊന്ന് ഷേപ്പ് കൊടുക്കുക കേട്ടോ. അതിനൊന്ന് ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈറ്റും ഒരു ബ്ലൂവും കൂടി മിക്സ് ആക്കാം കേട്ടോ. ഒരു ലൈറ്റ് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ ബോർഡർ പോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡോറിൻ്റെ ഒരു ലോക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റൂഫ് ടോപ്പ് വേണമല്ലോ. അത് ഞാൻ ഇവിടെ ഒരു പിങ്ക് കളർ എടുത്തിട്ട് ഒന്ന് ഒരു വളച്ച് കൊടുത്തിട്ട് ഒരു റൂഫിൻ്റെ പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള വീട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് വീഴാൻ ചാൻസ് ഒക്കെ ഉണ്ടാകും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ പരിപാടി കുറച്ച് ട്രീസ് വേണം. അപ്പോൾ ട്രീസിന് വരെ നമ്മുടെ കുറച്ച് ലീഫ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ബോളാക്കുക, ഒന്ന് മേലോട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ലീഫിൻ്റെ ഷേപ്പിലോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. നമ്മൾ അതിൽക്കിട്ട് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ലീഫിനെ സെറ്റാക്കി കൊടുത്ത് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു അബദ്ധം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഈ ഒരു ഐറ്റം ചെയ്യാൻ നമുക്ക് കുറച്ചധികം ഫോം ക്ലേ ആവശ്യമുണ്ട്. സോ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കുക. പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ സെറ്റാക്കിയാൽ മതി കേട്ടോ. അടുത്ത് സെറ്റാക്കിയാൽ മതി. ഇല്ലെങ്കിൽ എല്ലാം അങ്ങോട്ട് മോഹൻലാൽ ചരിഞ്ഞ പോലെ അങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കും കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഷ്റൂമാണ്. സോ നമ്മളിവിടെ മഷ്റൂം വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ആക്കുന്നത്. സോ അതിന് നമ്മളൊരു ബോളാക്കുക. പിന്നെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ഒന്ന് കപ്പ് പോലെ വെച്ച് കൊടുത്ത് സെറ്റാക്കി കൊടുക്കുക. അങ്ങനെ കുറച്ചധികം നമ്മൾ മഷ്റൂംസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റെം ഉണ്ടാക്കാൻ എന്തായാലും ഒരു കമ്പിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് നോർമലി ഒന്ന് ഫോം ക്ലേ വെച്ച് സ്റ്റെമ്മിനെ അവിടെ സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം സെറ്റായിട്ടുണ്ട്. ഇനി അങ്ങനെ ഓരോന്നോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം നമുക്കൊരു പാത്ത് വേണമല്ലോ. അതിനു വേണ്ടി ഞാനിവിടെ വൈറ്റ് എടുത്തിട്ട് ഒരു പാത്തും കൂടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റും മതിൽ പോലെയൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ പോപ്പ് സ്റ്റിക്സ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് 2 സൈഡ് ഒന്ന് കോൺ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും റെഡി. അങ്ങനെ കുറച്ച് ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. അതൊന്ന് വെച്ചിട്ട് ചുറ്റും ഞങ്ങൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ അതും കൂടി ഒന്ന് ഒട്ടിച്ചിട്ട് വരാൻ. അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ. ഞാൻ പ്രതീക്ഷിച്ചക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.